ഇന്ന് നമുക്ക് ഒരു 3-4 നാടൻ കറികളെ പരിചയപ്പെടുത്തിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുക്ക് ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് 4 കറികളും. അതിൽ ഒന്നാമത്തത് ഉപ്പിലിട്ട മാങ്ങാക്കറിയാണ്. പണ്ട് നമ്മൾ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നമ്മൾ മാങ്ങയിൽ ഉപ്പിലിട്ട് വെക്കുമല്ലോ. അപ്പൊ അതിൽ നിന്ന് മാങ്ങ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങയും, മെയിനായിട്ട് വേണ്ടുന്നത് ഉപ്പിലിട്ട മാങ്ങയും തേങ്ങയും, പിന്നെ ഈ ഉണക്ക മുളകാണ്. ഈ റെഡ് ചില്ലി ഇത് വാട്ടണം. പണ്ട് നമ്മൾ ചുട്ടിട്ടാണ് എടുക്കും, അടുപ്പിൽ വെച്ച് ചുട്ടിട്ട് എടുക്കുന്നത്. ഇത് ഇപ്പൊ ഞാൻ അടുപ്പത്ത് നിന്ന് വാട്ടിയിട്ട് എടുക്കും. അതും ഈ തേങ്ങയും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കൂടെ ഒന്നിച്ചരച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഉപ്പ് വേണ്ട. വേണമെങ്കിൽ, അതായത് ഉപ്പിലിട്ട മാങ്ങയല്ലേ, ഇതിന്റെ വെള്ളവും കൂടെ ചേരും. അപ്പൊ ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ എന്നിട്ടാകുമ്പോൾ അത് അരച്ച് കഴിഞ്ഞിട്ടാകുമ്പം അത് നന്നായി അരഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും കൂടി ഇട്ടിട്ട് അരക്കും. അത് അരച്ചിട്ട് ആകുമ്പോൾ അങ്ങനെയാണ് അത് കറിയാക്കുന്നത്. അതിന് ശേഷം നമ്മൾ വറുത്തിടൽ എന്നാ പറയാ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. എണ്ണ താളിക്കല്. അതിൽ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും ഉണക്കമുളകും അതിലിടും. എന്നിട്ട് അത് വറുത്തിടല്. അതാണ് ഈ കറി. ഞാനത് ആക്കിയിട്ട് കാണിച്ചു തരാം. അതാ വാടിയ മുളക് ഞാൻ മുളക് വാട്ടിയതാ. ഇങ്ങനെ ഉണ്ടാവുക മുളക്, കുറച്ചിങ്ങനെ ഡാർക്ക് ബ്ലാക്ക് എല്ലാം ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെയാണ് വാട്ടല്. അതിനെ അരച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ ഇതുപോലെ മാങ്ങയും തേങ്ങയും മുളകും എല്ലാം കൂടെ കടുകും എല്ലാം കൂടെ അരച്ചെടുത്ത് അതായത് ഇതേ കളറാണ് ഉണ്ടാവുക ഇങ്ങനെ. അപ്പോൾ നമുക്ക് കുറച്ച് കറി വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. അധികം പുളിയും ഉപ്പൊന്നും വേണ്ടാത്തവരാണ് കുറച്ച് വെള്ളം ചേർക്കാം. പിന്നെ കുറച്ച് നല്ല പുളിയെല്ലാം കുറവുണ്ടെങ്കിൽ ഇതാ ഈ ഉപ്പിലിട്ട മാങ്ങയിലെ വെള്ളം തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ മതി. പിന്നെയല്ല, ഇതിങ്ങനെ നല്ല അല്ലാതെ മാങ്ങ കടിക്കാൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലത്തെ ഒരു സ്പൂണ് ഇങ്ങനെയും ആക്കാം. ഇങ്ങനെ ഫുൾ മാങ്ങ അരയണമെന്നില്ല. മുമ്പ് നമ്മൾ ഇങ്ങനെ ആക്കാറുണ്ട്. ഇങ്ങനെ ആക്കിയിടാം. ഇനി നമുക്ക് ഇത് വറുത്തിടാം. ഇനി വറുത്തിട്ട കറിയായി. മാങ്ങാക്കറി റെഡിയായ ഇതിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളക് എല്ലാം വറുത്തിട്ട് നല്ലൊരു കറി പെട്ടെന്ന് റെഡിയായില്ലേ. ഇനി രണ്ടാമത്തെ കറി. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രണ്ടാമത്തെ കറിയാണ് ഞാൻ പറഞ്ഞ നമ്മളെ നാട്ടിലെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. മോരുകറി, ഇഞ്ചിക്കറി എന്ന് ഇതിനാണ് പറയുന്നത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, ഇതിൽ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2-3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പാകത്തിനുള്ള ഉപ്പ്, കറിവേപ്പില. ഇതും മോര്, ആവശ്യത്തിനുള്ള മോരും, പിന്നെ അത് അരഞ്ഞതിന് ശേഷം, കുറച്ച് നന്നായി അരഞ്ഞതിന് ശേഷം 1 ടീസ്പൂണ് കടുകും അതിലിട്ടിട്ടാണ് അരക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട്, അതായത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കടുക് 1 ടീസ്പൂണ് കടുക്, പിന്നെ ഉലുവ, പിന്നെ 2-3 ഉണക്കമുളക്, കറിവേപ്പില. ഇതാണ് വറുത്തിടേണ്ടത്. തനി നാടൻ മോരുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് വയറ്റിലും നല്ലതാണ്. എല്ലാം ഇതിൽ നല്ല സാധനങ്ങളെല്ലാം ചേർന്നിട്ടുണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളെ നാട്ടിലെ മോരുകറി, ഇഞ്ചിക്കറി എന്നെല്ലാം ഇതിനാണ് പറയുന്നത്. എളുപ്പത്തിൽ കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന 4 കറികളിൽ മൂന്നാമത്തതാണ് ഇത്. കുക്കുംബർ പെരക്ക്, കക്കിരിക്ക, നമ്മളിവിടുന്ന് കക്കിരിക്ക എന്ന് പറയാം. കത്തിരിക്ക പെരക്ക് ആണ് മൂന്നാമത്തെ കറി. ഇത് ഉണ്ടാക്കുന്നത് കുക്കുംബർ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൽ ഉപ്പിട്ടിട്ട് നന്നായി കുഴച്ച് വെക്കണം. ഉപ്പിട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ട് ഇതിൽ എൻ്റെ അമ്മ ചെറിയ ഉള്ളിയെല്ലാം ഇടും. ഒരു കഷ്ണം ഉള്ളി ഇതിലിട്ടിട്ടാണ് പെരക്കണം. ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ മാത്രമാണ് ഇഷ്ടം, പ്ലെയിനായിട്ട്. അപ്പോൾ ഇത് നന്നായി പെരക്കി വെക്കണം. കൈകൊണ്ട് ഇതാക്കി വെച്ചതിന് ശേഷം തേങ്ങ അരക്കുന്നത് ഇതാണ്. തേങ്ങ, 1 മുറി തേങ്ങ വേണം, 4 പച്ചമുളക് വലുത്, 4 പച്ചമുളക്, 2 ചെറിയ അല്ലി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില. ഇത് എല്ലാം കൂടെ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അരക്കുന്നത്. കട്ടിയിൽ അരച്ചെടുക്കണം. നന്നായി മൊതിയണം, നന്നായി അരയണം. അരഞ്ഞതിന് ശേഷം കുറച്ച് കടുക്, 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് വീണ്ടും അരക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം എണ്ണയിൽ വറുത്തിടലാണ്, വെളിച്ചെണ്ണയിൽ. കുക്കുംബർ പെരക്ക് റെഡി ആയിട്ടുണ്ട്.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയിൽ മൂന്നാമത്തെ കറിയാണിത്. കുക്കുംബർ നല്ല ടേസ്റ്റാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞ നാലാമത്തെ കറിയാണ് ഇത്. ഇതിന് വേണ്ടുന്നത്, ഇതിന്റെ പേര് ഉള്ളിപ്പെരക്ക് എന്നാണ്. അപ്പൊ ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് ഉപ്പ് പെരക്കി വെച്ചതാണിത്. പിന്നെ വേണ്ടുന്നത് ഒരു മുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങയും ഒരു 8 ഉണക്കമുളക്. അത് ഞാൻ ചുട്ടിട്ടാണ് പണ്ടെടുക്കല്. ഇത് വാട്ടിയിട്ട് എടുത്തതാണ്. അതിനിടക്ക് ബ്ലാക്ക് കളർ വരും. ഞാൻ ആ മാങ്ങ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടില്ല, ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ തന്നെയാണിത്. അതിന് മാങ്ങക്ക് പുളിയില്ലതുകൊണ്ട് പുളി ചേർക്കണ്ട. ഇതിന് കുറച്ച് വാളൻ പുളിയും ഈ തേങ്ങയുടെ കൂടെ അരക്കണം. ഇത് മൂന്നും അരച്ചിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഉള്ളി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇടും. എന്നിട്ട് കടുക്, കറിവേപ്പില, ഉണക്കമുളക് വറുത്തിടും. അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഉള്ളിപ്പരക്ക് റെഡിയായ നല്ല ടേസ്റ്റുള്ള കറിയാണ്. പെട്ടെന്നായില്ലേ. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൊണ്ടുപോകാൻ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. 4 കറിയും 1/2 മണിക്കൂറിനുള്ളിൽ 4 കറിയും റെഡിയാക്കാം.